അല്ല, ഗോപാലകൃഷ്ണൻ്റെ കാര്യം ആദ്യം പറയാം. എന്ന് വെച്ചാൽ ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാൻ MLA-യുടെ നവമാധ്യമ സേനയിലുണ്ട്. ഞാൻ MLA ആയിട്ട് ഏറ്റെടുത്ത ആളാണ്. കോൺഗ്രസിൻ്റെ പ്രധാന സൈബർ പോരാളി ഞാനാണ്. ഞാൻ 1 മാസം മുമ്പ് ഒരു സാധനം ഇങ്ങനെ ഇട്ടു. പിന്നെ അദ്ദേഹം നുണ പറയുന്നുണ്ട്, ഞാൻ വേറെ ഇട്ടിട്ടില്ല. അപ്പോൾ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കൂടി പ്രതിയായിട്ടുള്ളത് രേഖകളുടെ അടിസ്ഥാനത്തിലാണല്ലോ. ഇദ്ദേഹം ഈ സ്ത്രീകളെ അവഹേളിക്കുന്ന വാർത്ത ഇടുന്ന ആദ്യമായിട്ടൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ശ്രദ്ധിച്ചവർക്കൊക്കെ അറിയാം. നിരന്തരമായി ഒരു ഞരമ്പ് രോഗിയെ പോലെ തന്നെ സ്ത്രീകളെ അവമാനിക്കുന്ന നിരവധി വാർത്തകൾ അദ്ദേഹം മുമ്പ് ഇട്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയമായ ഗുണകരമായൊരു കാര്യമല്ല. മാത്രവുമല്ല, അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇനിയും ഇടും. അത് വെല്ലുവിളിയോടുകൂടി പറയുന്നത്, ഞാൻ ഇനിയും ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നു പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഞാൻ മണ്ഡലം സെക്രട്ടറി കൂടിയാണ്. കോൺഗ്രസിൻ്റെ VD സതീശൻ MLA ആയിരിക്കുന്ന ഈ പറവൂർ മണ്ഡലത്തിൻ്റെ സെക്രട്ടറി കൂടിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു വശം. ഇതിൻ്റെ ഒറിജിൻ എന്താണെന്നും ഇതെങ്ങനെ വന്നു എന്നുള്ളതും കൃത്യമായി മനസ്സിലാക്കാൻ ശ്രീ ഗോപാലകൃഷ്ണൻ്റെ ബൈറ്റ് കൊണ്ട് തന്നെ പറ്റുന്നുണ്ട്, നല്ലവണ്ണം പറ്റുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ ഷാജുവാനെ ബന്ധപ്പെട്ട കാര്യം നമുക്കറിയില്ല. അയാൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ തിരുവനന്തപുരത്തിരിക്കുന്ന ഷാജഹാൻ ഇവിടുത്തെ കാര്യങ്ങൾ അദ്ദേഹം ദൃക്സാക്ഷി വിവരണം നടത്തുന്നത് പോലെ വളരെ വലിയ രീതിയിൽ തിരക്കഥയൊക്കെ എഴുതി വായിക്കുന്നത് പോലെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് കണ്ട ഒരാളെ പോലെ അദ്ദേഹം പറയുകയാണ്. അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം അന്വേഷണത്തിൽ കണ്ടെത്താൻ പറ്റുമല്ലോ. പോലീസും വളരെ ജാഗ്രതയോടുകൂടി ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് അദ്ദേഹത്തിന് ഏതാനും ഇദ്ദേഹം ഈ പോസ്റ്റ് ആദ്യം എടുത്തതിന് മുമ്പ് വൈപ്പിൽ നിന്ന് എന്തോ ഒരു CPM-ൻ്റെ നേതാവായിരുന്ന ഒരാൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതേക്കുറിച്ചിട്ട് എന്തെങ്കിലും അന്വേഷിക്കാനായിട്ട്? അല്ല, അതിപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. ഇപ്പോൾ ആരാണെന്നുള്ള കാര്യം ഇതൊക്കെ വലിയ അത്രമാത്രം രഹസ്യാത്മക സ്വഭാവം എന്താ ഉള്ളത്? എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അദ്ദേഹം ഈ പ്രതിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത ഗോപാലകൃഷ്ണൻ ഉള്ളപ്പോൾ ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ, ഞാൻ ഇങ്ങനെയാണ് ഇതിൽ പെട്ടുപോയെന്നുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ തീർന്നില്ല. അതിന് പകരം വെറുതെ മുള്ളും മുനയും വെച്ചിട്ട് ഒരു ഊഹാപോഹം സൃഷ്ടിച്ചിട്ട് എന്താ കാര്യമുള്ളത്? നേരെ നടക്കുന്ന കാര്യമാണ്. ആരാ കൊടുത്തതെന്ന് അദ്ദേഹം പറയട്ടെ, അവരോട് പ്രശ്നം തീർന്നല്ലോ.